ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ നമ്മൾ കാണാനായിട്ട് വളരെ ചെറിയൊരു ഈവനിങ് വ്ളോഗാണ് കേട്ടോ. നമ്മളൊരു മൂവിക്ക് ബുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും കൂടെ പോകാനാണ്. ജിങ്കാന എന്ന് പറയുന്ന ഒരു മൂവിയാണ് കേട്ടോ. അപ്പോൾ അതിന് മുന്നേ നമുക്ക് ഇവിടുത്തെ ഒരുക്കങ്ങളും കാര്യങ്ങളൊക്കെയാണ് കാണാനായിട്ട് പോകുന്നത്. ആൺകുട്ടിക്ക് ചെറിയൊരു പണി കിട്ടിയിട്ടിരിക്കുകയാണ്. ഞാൻ അവളോട് കുറേ നേരമായിട്ട് പറഞ്ഞു, അവളെ കുളിപ്പിച്ച് ഡ്രസ്സൊക്കെ മാറ്റി നിർത്തിയിട്ടുണ്ട്. ഞാനിതേ കുളിച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് മേക്കപ്പ് ഒക്കെ ചെയ്യണം. അപ്പോൾ ആമി ഇതേ കണ്ട ഞാൻ എനങ്ങാണ്ട് നിൽക്കുക എന്ന് പറഞ്ഞ ആള് കേൾക്കില്ല. എവിടെ എനിക്ക് ഇതേ കണ്ട ഉടുപ്പൊക്കെ മാറ്റിയതേ കുളിപ്പിച്ച് സുന്ദരിക്കുട്ടിയാക്കി നിർത്തിയിട്ടുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒന്നും തൊടരുത്, സാധനങ്ങൾ ഒന്നും എടുക്കരുത്, മേക്കപ്പ് ഐറ്റംസ് ഒന്നും ഇപ്പൊ എടുക്കരുത്, അമ്മ ഒരുക്കി തരാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോഴേക്കും വന്നിട്ട് നമ്മുടെ പൊട്ടില്ലേ, പൊട്ട് അതിന്റെ പെട്ടിയൊക്കെ എടുത്ത് ആകെ ഇവിടെ നിറച്ചിട്ടിട്ടുണ്ട്. അവൾക്ക് തന്നെ അപ്പൊ അത് ക്ലീൻ ചെയ്യാൻ ഞാൻ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഒക്കെ നീറ്റായിട്ട് എടുത്ത് വെക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ആളത് ചെയ്തുകൊണ്ടിരിക്കാം. ഒന്നും മിണ്ടാണ്ട് തന്നെ ഇങ്ങനെ വാരി പെറുക്കിയിരുന്ന് കണ്ടപ്പോഴേക്ക് പാവം തോന്നിയിട്ടാ. അപ്പം ഞാൻ കരുതി ഒന്ന് ഹെൽപ്പ് ചെയ്തേക്കാന്ന്. ആ ചേക്കറിൻ്റെ മേലെ കിടക്കണതൊക്കെ ഞാൻ അവൾക്ക് വാരിയിട്ട് കൊടുത്തു കേട്ടാ. ഇത് പിന്നിൽ ഇങ്ങനെ സ്റ്റിക്കർ വരുന്ന ടൈപ്പ് പൊട്ടില്ലേ പാക്കറ്റിൽ വാങ്ങാൻ കിട്ടുന്നത്, പല കളർ അങ്ങനത്തെയാണ് കേട്ടോ. പല സൈസിലും പല കളറൊക്കെ ഉണ്ട്. ഇത് താഴെയൊക്കെ കുറെ പൊടി ഉണ്ടെങ്കിൽ ഇങ്ങനെ ആമി വാരുന്ന പോലെ വാരി എടുക്കുകയാണെങ്കിൽ ആകെ പൊടിയാവും കേട്ടോ അതിൽ. ആദ്യം ഞാൻ എടുക്കുന്നത് പോൺസിന്റെ മോയ്സ്ചറൈസർ ആണ്. ഇത് ജെൽ മോയ്സ്ചറൈസർ ആണ് കേട്ടോ. അപ്പോൾ അത് നമ്മൾ ഡോട്ടായിട്ട് ഫേസിൽ അപ്ലൈ ചെയ്യാം. ഞാൻ ഏതായാലും എൻ്റെ മേക്കപ്പ് കഴിഞ്ഞിട്ട് ആമീനെ മേക്കപ്പ് ചെയ്യണുള്ളൂ. ആമി നല്ല പണിയിലാണ് കേട്ടോ. താഴെയുള്ളത് പറക്കി എടുത്തിട്ടില്ല ഞാൻ. മേലുള്ളതൊക്കെ അവൾക്ക് ഞാൻ പറക്കി കൊടുത്തിട്ടുണ്ട്, ചെയറിലുള്ളതൊക്കെ. ഇനി ആളെടുക്കട്ടെ. ഇത് നന്നായിട്ട് പരത്തിയിട്ടാ. ഇത് ഡെർമാക്കോൻ്റെ സൺസ്ക്രീനാണ്. ഇതിപ്പോൾ നമ്മൾ ബുക്ക് ചെയ്തിട്ടുള്ളത് 8 മണിയുടെ ഷോ ആണ് കേട്ടോ. എന്നാലും ഞാനിത് ജസ്റ്റ് ഒന്ന് സ്പ്രേ ചെയ്യുന്നുണ്ട്. ഇത് സ്പ്രേ ചെയ്ത് കഴിഞ്ഞാൽ ജസ്റ്റ് എന്താ പറയുക, നല്ലൊരു ഗ്ലോ കിട്ടും കേട്ടോ നമ്മുടെ ഫേസിന്. പിന്നെ ഞാൻ ഈ ഒരു സ്ട്രോക്ക് ക്രീം യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ. അത് ഫേസസ് കാനഡയുടെ സ്ട്രോക്ക് ക്രീമാണ്. വളരെ കുറച്ചെടുത്താൽ മതി കേട്ടോ. ഒരു കുഞ്ഞൊരു ഡ്രോപ്പ് കണ്ടോ, ഇത്രത്തോളം ഒരു പൊടിക്ക് കണ്ട, ഇത്രത്തോളം ഒരു പൊടിക്ക് എടുക്കണുള്ളൂ. എന്നിട്ട് അത് നമ്മുടെ ഹൈലൈറ്റ് ചെയ്യേണ്ട ഏരിയാസിലൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാണ്. ആമി ഇനി ബാക്കിയുള്ളത് കൂടെ തട്ടിയിടരുത് കേട്ടാ. എല്ലാം എടുത്ത് വെച്ചാ അതായിട്ട് വേണം ആമീനെ ഒരുക്കാനായിട്ട്. ഞാനൊരു പൊടിക്ക് ഫൗണ്ടേഷൻ, അവിടെ പ്രൈമറും കാര്യങ്ങളൊന്നും നടന്നില്ല. അപ്പോൾ കുറച്ച് ബേസ് ഉണ്ടല്ലോ, ഒരു ലെവലേശം. ഇത് ലാഗേളിൻ്റെ പ്രോ കവറേജ് ഫൗണ്ടേഷനാണ്. ഒരു കുഞ്ഞൊരു ഇത് കേട്ടോ. ഇത് വേണ്ട, ഇത്ര മതി, അധികമൊന്നും വേണ്ട. അത് നമുക്കിതാ ഇങ്ങനെ ഡോട്ടായിട്ട് കൈവച്ച് തന്നെ ബ്ലെൻഡ് ചെയ്ത് ഇങ്ങനെ കൊടുക്കാം കേട്ടോ. കണ്ടോ, ഇത് ഓക്സിഡൈസ് ആവുന്ന അങ്ങനത്തെ ടൈപ്പൊന്നുമല്ല, അത്യാവശ്യത്തിന് നല്ലൊരു ഫൗണ്ടേഷനാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഫൗണ്ടേഷൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഞാൻ ജസ്റ്റ് ഒന്ന് മിറർ വെച്ച് നോക്കട്ടെ കേട്ടോ. എവിടെയെങ്കിലും ഒക്കെ കട്ടയായിട്ടിരിക്കുന്നുണ്ടോന്ന് അറിയില്ലല്ലോ, കൈ വെച്ചിട്ടല്ലേ. നമ്മൾ ഇത് കവറേജ്, ഫുൾ കവറേജ് ആയിട്ടുള്ള പ്രോ കവറേജ് ആയിട്ടുള്ള ഒരു ഫൗണ്ടേഷൻ തന്നെയാണ്. പക്ഷെ ഞാൻ ഒരു പൊടിക്ക് മാത്രം ഇടുന്നതുകൊണ്ട് കവറേജ് ഒന്നും അധികം ഉണ്ടാവില്ല കേട്ടോ. എനിക്ക് ഇങ്ങനെ ഇടാനാണ് ഇഷ്ടം. ഇത് നമ്മൾ ഐബ്രോസ് സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എൻ്റെ ഐബ്രോസിനുണ്ടല്ലോ തീരെ അനുസരണയില്ല. അതായത് ഭയങ്കര കട്ടിയാണ് ഓരോ ആയിരിക്കും. അതുകൊണ്ട് നമ്മൾ വരച്ചു കൊടുത്താലും എൻ്റെ ആകെ വർക്കാവുക ഏതാണെന്നറിയോ, ജെല്ലാണെങ്കിൽ എൻ്റെ വർക്കാവും. അതായത് നമ്മൾ ജെല്ലോണ്ട് എഴുതിയിട്ട് അങ്ങനെ വെക്കുകയാണെങ്കിൽ അതുപോലെ ഇരിക്കും. അല്ല ഇപ്പം ഇങ്ങനെയുള്ള ഐബ്രോ പെൻസിലൊന്നും എൻ്റെ അങ്ങനെ അത്രയ്ക്ക് സ്മൂത്തായിട്ട് പോകുന്ന സംഭവങ്ങളല്ല. എന്നാലും നമ്മൾ യൂസ് ചെയ്യുന്നത് മാത്രം. ഇനി നമ്മളൊരു പൊടിക്ക് മെബലൈൻ്റെ സൂപ്പർ സ്റ്റേ ലിപ്സ്റ്റിക്ക് ഇല്ലേ, അതൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. മിറർ ചെയ്യാണ്ട് പറ്റില്ല ലിപ്സ്റ്റിക് ഇടാനായിട്ട്. ഓക്കെ, എന്നിട്ട് കൈ വെച്ചിട്ട് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് എടുക്കാം. ഓക്കെ, ഒരുവിധം സെറ്റ് ആയിട്ടുണ്ട്. പിന്നെ ഞാൻ വേറൊരു സൺസ്ക്രീൻ കാണിക്കാട്ടത്. ഇത് ലാക്മിയുടെ സൺസ്ക്രീനാണ്, ഫ്ലൂയിഡ് സൺസ്ക്രീനാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, നല്ല ഫേവറേറ്റ് ആയിട്ടുള്ളൊരു സൺസ്ക്രീനാണ്. പക്ഷെ തീർന്നു കേട്ടോ.
ഇനി വേറെ റീപർച്ചേസ് ചെയ്യണം. നിങ്ങൾ എന്തായാലും വാങ്ങി ട്രൈ ചെയ്യാത്തവരാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും കേട്ടോ. ട്രൈ ചെയ്ത് നോക്കണം. എല്ലാ സ്കിൻ ടൈപ്പിനും പറ്റും. അത്രയും നല്ലതാണ്. നമുക്ക് യൂസ് ചെയ്യാനും ഭയങ്കര യൂസർ ഫ്രണ്ട്ലി ആയിട്ടുള്ള പറഞ്ഞാണ് കേട്ടോ. അപ്പോൾ ട്രൈ ചെയ്യാത്തവർ ട്രൈ ചെയ്ത് നോക്കാം. ബിലോ 400 ആണ് ഇതിന് പ്രൈസ് വരുന്നത്. അത്ര നല്ലതായതുകൊണ്ടാണ് കേട്ടോ പറയണത്. അപ്പോൾ ഞാൻ കാണിച്ച പ്രൊഡക്ട്സിൻ്റെ ഒക്കെ ലിങ്ക് ഞാൻ കിട്ടണതിൻ്റെ ഒക്കെ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഇനി നമുക്ക് ആമിക്കുട്ടീനെ എടുക്കാം. ആമി പൊട്ടുന്നതോട് ഡ്രസ്സിന് മാച്ചൊക്കെ നോക്കിയിട്ട് ആമി പൊട്ടൊക്കെ തൊടുള്ളൂ കേട്ടോ. ആമി ഡ്രസ്സിൻ്റെ കളറ് ഒരു ബ്ലൂ കളർ പൊട്ടൊക്കെ എടുത്ത് തൊട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെയാണ് നമ്മുടെ പൊട്ടുപെട്ടിയൊക്കെ ആകെ തട്ടിപ്പോയത്. ഇന്ന് കാലത്ത് കുറേ എണ്ണയിട്ട് കുളിപ്പിച്ചുകൊണ്ട് ഫേസിലോട്ടൊക്കെ ഓയിൽ ഇങ്ങനെ ഇറങ്ങുന്നുണ്ട് കേട്ടോ. ആകെ ഡിമ്മായിട്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഞാൻ കുറച്ച് പൗഡറൊക്കെ ഇട്ട് കൊടുത്ത് മുടിയൊക്കെ ഇങ്ങനെ വകഞ്ഞ് ഈരി 2 ക്ലിപ്പ് കുത്തി കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ ഇവിടെ അടുത്ത് പൂരം അതുപോലെ പെരുന്നാൾ അങ്ങനെയൊക്കെ വരുമ്പോഴുണ്ടല്ലോ ഞാൻ നല്ല ഭംഗിയുള്ള ക്യൂട്ടായിട്ടുള്ള ക്ലിപ്പുകൾ, ഹെയർ ക്ലിപ്പുകളും ഇതൊക്കെ കാണുമല്ലോ, ഹെയർ ബാൻഡുകളൊക്കെ. അപ്പോൾ അങ്ങനെ ഞാൻ കുറേ വാങ്ങി വെക്കും കേട്ടോ. പക്ഷെ ഒക്കെ ആമിക്കുട്ടി ഇങ്ങനെ നശിപ്പിക്കും. അവളുടെ കയ്യിൽ ഇതൊന്നും അധികം നേരം ഇരിക്കില്ല കേട്ടോ. ഞാനൊരു 12 സെറ്റ് വാങ്ങിയിട്ടുണ്ടായിരുന്നു ഇങ്ങനത്തെ ക്ലിപ്പ്. പക്ഷേ കുറച്ച് കഴിഞ്ഞ് നോക്കിക്കഴിഞ്ഞാൽ ക്ലിപ്പ് ഒരു ഭാഗത്തോ പൂ ഒരു ഭാഗത്തൊക്കെ ആയിട്ട് കാണാം. അപ്പോൾ ആകെ 2 ജോഡി മാത്രമേ ബാക്കിയുള്ളൂ കേട്ടോ. ആമിയുടെ കാര്യം അങ്ങനെയൊക്കെയാണ്. ചെറുതിലേ തുടങ്ങി മുടിയിലൊന്നും ഇരിക്കണത് അവൾക്ക് ഇഷ്ടമല്ല കേട്ടോ. ഇപ്പോൾ കുറച്ച് വലുതായപ്പോൾ ചെറിയ മാറ്റമൊക്കെ ഉണ്ട്. അങ്ങനെ വല്ലാണ്ട് വെക്കും, പക്ഷെ ആൾ കുറച്ച് കഴിയുമ്പോൾ അതെടുത്ത് കേടാക്കും. പിന്നെ ചേട്ടൻ നമ്മൾ മൂവിക്ക് പോകാമെന്ന് തീരുമാനിച്ചുകൊണ്ട് നേരത്തെ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ എൻ്റെ ഒരുക്കവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഞാൻ ഈ ഒരു കുർത്തിയാണ് ഇട്ടിട്ടുള്ളത്. ചേട്ടൻ എത്തിയിട്ടുണ്ട്. പിന്നെ നമ്മൾ മാത്രമല്ല പോണത്, വീട്ടിൽ നിന്ന് എല്ലാവരും ഉണ്ട് കേട്ടോ. അപ്പോൾ അവരെല്ലാവരും കൂട്ടിയിട്ട് വേണം നമുക്ക് പോകാനായിട്ട്. നമ്മൾ 8 മണിയുടെ ഷോ ആണ് ബുക്ക് ചെയ്തത്. വേറെ ഒരുവിധം എല്ലാ തിയേറ്റേഴ്സിലും ബാക്കിയുള്ള ഷോസൊക്കെ ഫില്ലായിരുന്നു കേട്ടോ. സീറ്റ് ഫില്ലായിട്ടുണ്ടായിരുന്നു. പിന്നെ ഫ്രണ്ടിൽ പോയിരുന്ന് കാണാൻ എനിക്ക് തീരെ താല്പര്യമില്ലാത്തത് കൊണ്ട് നമ്മൾ JK സിനിമാസ് എന്ന് പറഞ്ഞൊരു തിയേറ്ററാണ് കേട്ടോ. ആദ്യമായിട്ടാണ് ഞാൻ പോണത്. തളിക്കുളത്ത് അങ്ങോട്ടാണ്. നമ്മൾ വീട്ടിലെത്തി ഗൈസ്. ഓ മൈ ഗോഡ്, ആരുമില്ലേ? പോവാ നമുക്ക്. പോവാമ്മേ. മാമി നല്ല മെച്ചുണ്ട്. എല്ലാവരും കൂടി കെട്ടിപ്പറക്കി ഇറങ്ങിയപ്പോഴേക്കും നേരം ഒരുവിധമായിട്ടുണ്ടായിരുന്നു കേട്ടോ. നമുക്ക് ഏകദേശം ഒരു 3/4 മണിക്കൂറോളം ഉണ്ട് ട്രാവൽ ചെയ്യാനായിട്ടുണ്ട്. അത്രയും സ്പീഡിൽ പോവുകയാണെങ്കിൽ 1/2 മണിക്കൂറിൽ നമുക്ക് എത്താനായിട്ട് പറ്റും. എന്നാലും നമ്മൾ ആദ്യമായിട്ടാണ് പോകുന്നത് ഈ ഒരു തിയേറ്ററിലോട്ട്. അപ്പോൾ എവിടെയാണെന്നൊന്നും വലിയ പിടുത്തില്ല. അങ്ങനെ നമ്മൾ അവിടെ റോഡ് പണിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അത്യാവശ്യം ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ മതിലൊക്കെ ചാടിക്കടന്ന് നമ്മൾ വേഗം പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. മൂവി ഞങ്ങൾ എത്തിയപ്പോഴേക്കും ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് വലിയ കുഴപ്പമില്ല. അങ്ങനെ എല്ലാവരും വേഗം കയറി. നമുക്ക് ഇൻട്രോ കാര്യങ്ങളൊന്നും നമുക്ക് എടുക്കാൻ പറ്റിയില്ല കേട്ടോ. മൂവി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. മൂവി ബ്രേക്ക് ആയപ്പോഴാണ് ഞാൻ പിന്നെ കുറച്ചിങ്ങനെ വീഡിയോസൊക്കെ എടുക്കണത്. തക്കൂടൊക്കെ 7 മണിയൊക്കെ കഴിഞ്ഞു കേട്ടോ. ഡ്യൂട്ടി കഴിഞ്ഞ് എത്തിയപ്പോഴും നമ്മൾ അവളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അവൾ എത്തിയപ്പോഴാണ് അറിയണത്. അപ്പോൾ ഞങ്ങളെ കുറേ വഴക്കൊക്കെ പറഞ്ഞു കേട്ടോ, നേരത്തെ പറയേണ്ടതെന്നൊക്കെ പറഞ്ഞിട്ട്. അങ്ങനെ മൂവിയുടെ കാര്യം പറയുകയാണെങ്കിൽ കുഴപ്പമില്ല കേട്ടോ. അതായത് കണ്ടിരിക്കാനായിട്ട് രസമാണ്. കുറച്ച് കോമഡിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. എൻ്റർടൈനിങ് ആണ്. കണ്ടിരിക്കാൻ കുഴപ്പമില്ല. പക്ഷേ പ്രത്യേകിച്ചൊരു എൻഡിങ് ഇല്ലാത്ത പോലെ എനിക്ക് ഫീൽ ചെയ്തു കേട്ടോ. അതെനിക്ക് തോന്നിയതാണോ എന്നറിയില്ല. നിങ്ങൾക്ക് അതേ അഭിപ്രായമാണെന്നില്ല. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. നല്ലൊരു ടോപ്പിക്കായിട്ട് നെക്സ്റ്റ് ടൈം കാണാം. ബൈ.